26-ാം തീയതിയാണ് സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുക. 26-ാം തീയതി തങ്കയങ്കി ചാർത്തി അയ്യപ്പന് ദീപാരാധന അടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മണ്ഡല തീർത്ഥാടന കാലം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കുന്നു. സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേരുകയാണ്. സുജു, തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുകയാണ്. 26-ാം തീയതി സന്നിധാനത്തെത്തും. ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ മണ്ഡലകാലത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും മനോ, ഒരു മണ്ഡല പൂജയ്ക്കായി ശബരിമലയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പ തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്ര, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആചാരം തന്നെയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര 26-ാം തീയതി വൈകിട്ട് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം തങ്കയങ്കി ആർത്തിയുള്ള ദീപാരാധന നടക്കും. പിന്നീട് 27-നാണ് ശബരിമലയിൽ മണ്ഡല പൂജ നടക്കുക. 27-ന് നട അടയ്ക്കുകയും ചെയ്യും. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനാണ് ശബരിമല നട തുറക്കുക. എന്നാൽ ഇപ്പോൾ രാവിലെ 7 തന്നെ തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമവും, പിന്നീട് അവിടുന്നാണ് അടുത്ത ദിവസം പുറപ്പെട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 25-ന് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലായിരിക്കും വിശ്രമിക്കുക. 26 രാവിലെ 7-ന് പുറപ്പെട്ട് 1 മണിയോടുകൂടിയാണ് പമ്പയിലെത്തുക. പിന്നീട് പമ്പയിൽ നിന്ന് ആചാരപൂർവ്വം ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുമ്പോൾ അരക്കൂട്ടെത്തുമ്പോൾ ദേവസ്വം ബോർഡ് ചേർന്ന് സ്വീകരിക്കും. 3-ന് പമ്പയിൽ നിന്ന് 1-ന് എത്തിയ ശേഷം വൈകിട്ട് 3-നാണ് പമ്പയിൽ നിന്ന് പുറപ്പെടുക തങ്കയങ്കി ഘോഷയാത്ര. അതിനുശേഷം 5 മണിയോടെ എത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിച്ച സന്നിധാനത്തേക്ക് ആനയിക്കും. പോലീസും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരുമെല്ലാം ഇതിന് ഒപ്പമുണ്ടാകും. ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര നടക്കുമ്പോൾ തന്നെ പോലീസിന്റെ സായുധ സേനയുടെ സുരക്ഷയും ഒപ്പം ഉണ്ടാകും. അങ്ങനെ ഉറപ്പാക്കിക്കൊണ്ടാണ് ഏതാണ്ട് 74ഓളം കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ 74ഓളം ക്ഷേത്രങ്ങളിൽ ഈ തങ്കയങ്കി എത്തിയ ശേഷമാണ് സന്നിധാനത്തേക്ക് 26-ാം തീയതി എത്തുക. എന്തായാലും തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ശബരിമല മണ്ഡല പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്താണ്. സന്നിധാനത്തും ഈ ദിവസവും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യമായ തരത്തിൽ തീർത്ഥാടകർക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഈ ധനുമാസ പ്രഭാതത്തിൽ ശബരിമലയിൽ നല്ല ഒരു തണുപ്പുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ്. തീർത്ഥാടകർ തണുപ്പിനെ ഒന്നും വകവെക്കാതെ അയ്യപ്പ ദർശനത്തിനായി വരിവരിയായി അച്ചടക്കത്തോടെ ക്യൂ നിന്ന് ദർശനം നടത്തുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ തത്സമയം കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മനോഹരമായ കാഴ്ച തന്നെയാണ് ശബരിമല സന്നിധാനത്തുനിന്ന് നമുക്ക് രാവിലെ നൽകാൻ സാധിക്കുന്നത്. മനു, ഞാനിവിടെ ഒരേ സമയം തന്നെ ശബരിമലയിലെയും അതേസമയം തന്നെ ആറന്മുളയിലെയും ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്ക് രണ്ടിടത്തും അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ്. അയ്യപ്പന്മാരുടെ വലിയ തിരക്ക് സന്നിധാനത്തും, അതേപോലെ തന്നെ തങ്കയങ്കി ഘോഷയാത്ര കാണാനും ഒക്കെയായിട്ട് അങ്ങോട്ടേക്കും ആളുകൾ ഇങ്ങനെ വലിയ തോതിൽ എത്തുന്നു എന്നതാണ് ഈ സമയം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ദൃശ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനു, അതുതന്നെയാണ്. ശബരിമല സന്നിധാനത്തേക്കും ധാരാളം ആളുകൾ ഈ തീർത്ഥാടന കാലത്ത് ഇന്നലെയുണ്ട് 1,00,000-നടുത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ 18-ാം പടി ചവിട്ടിയത്. പക്ഷേ പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഉയരുന്നില്ല. നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സന്നിധാനത്തെ തീർത്ഥാടകർ കാത്തു നിൽക്കുന്ന, ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകർ ചില പൂജാ സമയങ്ങളിൽ നടയടയ്ക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അല്പമെങ്കിലും ക്യൂ ആയി മാറുന്നത്. അല്ലെങ്കിൽ വളരെ മനോഹരമായി തന്നെ മുമ്പോട്ട് തീർത്ഥാടകർ പോവുകയും അവരുടെ ദർശനം പൂർത്തിയാക്കിയ ശേഷം സംതൃപ്തിയോടെ മടങ്ങുന്ന തീർത്ഥാടകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ തരത്തിലും തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അത് ശരണപാതയിൽ കുടിവെള്ളമാകട്ടെ, വിശ്രമ കേന്ദ്രങ്ങൾ, ശൗചാലയങ്ങൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് ലഭിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. മാത്രമല്ല വൈദ്യസഹായം ഉൾപ്പെടെ, അത് ആയുർവേദ ആശുപത്രി,
സന്നിധാനത്തെ ഹോമിയോപ്പതി അതുപോലെ അലോപ്പതി മെഡിസിൻ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലുള്ള മെഡിസിനുകളും ഇവിടെ അവൈലബിൾ ആണ്, അവിടെ ലഭ്യമാണ്. ഇതെല്ലാം തന്നെ തീർത്ഥാടകർക്ക് അവർക്ക് വൈദ്യസഹായം ഉറപ്പാക്കുന്നു, പോലീസ് സുരക്ഷ ഉറപ്പാക്കുന്നു, കേന്ദ്രസേന തുടങ്ങിയ എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ പ്രവർത്തനവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ധാരാളം ആളുകൾ എത്തുന്ന ഇനിയിപ്പോൾ സ്വാഭാവികമായും സുജു തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നു. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ് സന്നിധാനത്ത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ എത്തുന്നതിനേക്കാൾ കൂടുതൽ അയ്യപ്പന്മാർ എത്താനുള്ള സാധ്യതയാണോ? ആ തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണോ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത്തരം തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് സന്നിധാനത്ത് കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊരു തീർത്ഥാടകരോട് ചേരുവാണ്. എവിടെയാണ് വരുന്നത്? നടുവണ്ണൂർ, പേരാമ്പ്ര നടുവണ്ണൂർ. എങ്ങനെയാണ് യാത്രയൊക്കെ? യാത്ര സുഖം തന്നെ. തിരക്കുണ്ട്, എന്നാലും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം സുഖമായിട്ട് യാത്ര 18 മണി കയറാൻ കഴിഞ്ഞ് ഇപ്പോൾ അയ്യപ്പനെ കാണാൻ വേണ്ടി. മാളികപ്പുറത്തിന്റെ പേരെന്തുവാ? ദേവലക്ഷ്മിയോ? അയ്യപ്പനെ കാണാൻ വേണ്ടി വരുവാ? ഇഷ്ടപ്പെട്ടോ യാത്രയൊക്കെ? എത്ര പഠിക്കുന്നേ? 2 ആഹാ. നടന്നു കയറിയോ? തണുപ്പുണ്ടോ? എന്താ സ്വാമിയുടെ വീട്? ഞാനിപ്പോൾ അലയമ്പുറ എന്ന അമ്പലത്തിൽ നിന്ന് വരുന്നത്. അത് നടുവണ്ണൂർ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കാവുന്തറ നടുവണ്ണൂരാണ് പഞ്ചായത്ത്. യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾക്കൊന്നും വളരെയൊന്നും നിന്നില്ല. കൊച്ചു മാളികപ്പുറമുണ്ട്, എല്ലാ പോലീസുകാരെല്ലാം സഹായം ചെയ്തു വന്നു. അത് ഞാൻ ഒരു ആർട്ട് പേഷ്യൻ്റാണ്, ഗുരുസ്വാമിയും കൂടിയാണ്. ഇവരുടെ കൂടെയൊക്കെ വന്നാൽ അപ്പോൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊന്നും സുഖമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ബാധിച്ചിട്ടില്ല. മൊത്തത്തിൽ നല്ല സുഖമായിട്ടാണ്. കുടിവെള്ളമൊക്കെ ഉണ്ടല്ലോ? എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെയും തന്നു നമുക്ക് വെള്ളം. ഇക്കടിയപ്പോൾ കുടിച്ചോ. ഞങ്ങൾ പിന്നെ കണ്ണിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. മാളികപ്പുറമുണ്ട്, പ്രത്യേകം എല്ലാം ഒരുക്കി തന്നു. ടാങ്കെല്ലാം തന്നില്ലേ, അപ്പോൾ ഉള്ളതുകൊണ്ട് വിട്ടു വന്നു. പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട് നന്നായിട്ട് ദർശനം നടത്തും, നല്ല രീതിയിലാക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ മോളെ, സന്തോഷമല്ലേ? സ്വാമിയെ കാണുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നേ? പഠിക്കാൻ ബുദ്ധിയാണോ പ്രാർത്ഥിക്കുന്നത്? എന്താ സന്തോഷം കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരി, ഓക്കെ. തീർച്ചയായിട്ടും മനു, ഇതാണ് ഓരോ തീർത്ഥാടകരുടെയും അനുഭവമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ച ആളുകൾ. ഇങ്ങനെ തന്നെയാണ് എല്ലാ തീർത്ഥാടകരും ശബരിമല എത്തുമ്പോൾ ഇത്തവണ അവർ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന. കൊച്ചു മാളികപ്പുറമുണ്ട്, കൊച്ചു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സൗകര്യം പോലീസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുമായി എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും അല്ലെങ്കിൽ കുട്ടി മാളികപ്പുറവുമായും കുട്ടി അയ്യപ്പന്മാരുമായി എത്തുന്ന ആളുകൾക്ക് ഇത്തരം സൗകര്യം ശബരിമലയിൽ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. മനു, തീർച്ചയായും സുജു, ഇപ്പോൾ ഈ തങ്കയങ്കി ഘോഷയാത്രയുടെ ഒരു പാത എങ്ങനെയാണോ അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? എവിടെയൊക്കെ ഭക്തരായ ആളുകൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒപ്പം തന്നെ സന്നിധാനത്ത് എത്തിയതിനു ശേഷമുള്ള സ്വീകരണങ്ങളുമൊക്കെ. മനു, തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോകുന്ന ശരണപാതയിലെല്ലാം തന്നെ തീർത്ഥാടകർ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കും. അങ്ങനെ 74ഓളം പ്രത്യേക കേന്ദ്രങ്ങളാണ് തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിലുപരിയായി തന്നെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ആളുകൾ എത്തുകയും അവർക്ക് അതിൽ ദർശിച്ച് അവരെ സംബന്ധിച്ചോളം വലിയ പുണ്യം നേടുക എന്ന വിശ്വാസം തന്നെയാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര അനുബന്ധമായുള്ളത്. ഇന്ന് ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് തങ്കയങ്കി ഘോഷയാത്രാ സംഘം വിശ്രമിക്കുക. അതിനുശേഷം 24 രാവിലെ 8 പുറപ്പെട്ട് വൈകിട്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ വിശ്രമിക്കും. പിന്നീട് 25 പെരുന്നാട് ശാസ്താശ്രമത്തിൽ വിശ്രമിച്ച ശേഷമാണ് 26 പുറപ്പെടുക. രാവിലെ 7 പുറപ്പെട്ട് പകൽ 1 മണിയോടെ പമ്പയിലെത്തും. പിന്നീട് 3 മണിക്കാണ് പമ്പയിൽ നിന്ന് ഈ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുക. അത് 3 മണിക്ക് പുറപ്പെടുന്ന തങ്കയങ്കി ഘോഷയാത്ര നമുക്കൊരു മനോഹര ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഒരു കൊച്ചു മാളികപ്പുറമായി എത്തുമ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥർ ആ കുഞ്ഞുമായി അതിനെ ഒരു സഹായകരമായി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സന്നിധാനത്ത് എത്തുമ്പോൾ അങ്ങനെയാണ് സുരക്ഷ. പ്രത്യേകം ആ കുഞ്ഞിന് ഒരു ദർശനത്തിന് വേണ്ടി അവർ ആദ്യം തന്നെ ക്യൂ മറികടന്നു. അതായത് ആ കൊച്ചു കുട്ടിയായി എത്തിയത് കൊണ്ടുള്ള പരിഗണന നൽകി പോകുന്ന ആ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ തങ്കയങ്കി ഘോഷയാത്ര 26 രാവിലെ പമ്പയിലെത്തിയ ശേഷം 1 മണിയോടുകൂടിയാണ് പമ്പയിലെത്തുക. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ട 5 മണിയോടുകൂടി ശരംകൂത്തിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ആചാരപുരം സ്വീകരിച്ച് സന്നിധാനത്തേക്ക്
അഗ്നിശമനസേനയ്ക്കും പോലീസിന്റെ ശക്തമായ സുരക്ഷയിൽ അഗ്നിരക്ഷാസേനയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. പിന്നീട് 26-ന് വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്ന ആ സമയത്ത്. പിന്നീട് ആ ഒരു ഘട്ടത്തിൽ ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണാൻ വേണ്ടി തീർത്ഥാടകർ ധാരാളമായി എത്തുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം 27-ാം തീയതിയാണ് മണ്ഡല പൂജ നടക്കുക. മണ്ഡല പൂജ നടക്കുന്നതോടുകൂടി തന്നെ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തിൻ്റെ ഒരു ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നതും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ഡിസംബർ 27 രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുക. അതിനുശേഷം നടയടച്ച ശേഷം പിന്നീട് മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കാണ് ശബരിമല നട തുറക്കുക.